ശരി സുഹേൽ, ഇപ്പോൾ MCA നാസർ കൂടി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. നാസർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിന് ഇടയാണ് ഇപ്പോൾ ഫ്രീഡം ഫ്ലോട്ടില എന്ന മൂവ്മെന്റ് ശക്തമായി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുറച്ച് ആഴ്ചകളായി നിരവധി കുഞ്ഞുങ്ങളടക്കം നൂറുകണക്കിന് പേരാണ് അവിടെ പട്ടിണി മരണത്താൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെന്റിനെ നമ്മൾ എങ്ങനെ കാണണം? പക്ഷേ ഇസ്രായേലിന്റെ ഒരു നീക്കം ഏത് തരത്തിലാകാനാണ് സാധ്യത? എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരിക്കും ഇത്? അതിശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇന്ന് ചേർന്നിരിക്കുന്ന ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു കപ്പലുകളെയും ഗസയുമായി ചേർന്ന് ആ പ്രദേശത്തേക്ക് അടുപ്പിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിധിയിലുള്ള സമുദ്രാതിർത്തിയിൽ വരുന്നൊരു ഘട്ടത്തിൽ തന്നെ ആ കപ്പലുകൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നത്തെ ഇസ്രായേൽ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഉണ്ടാകും. ഏത് ഭാഗത്തു നിന്നുള്ള ഇത്തരം കപ്പലുകൾ ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള നീക്കങ്ങൾ അതൊരു നിലയ്ക്കും അനുവദിക്കുകയില്ല. അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കാനും ഒരു തീരുമാനം ഇന്ന് ഇസ്രായേൽ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അടുത്ത 4-ാം തീയതിയോ 5-ാം തീയതിയോട് കൂടിയായിരിക്കാം പിന്നെ അതിശക്തമായിട്ടുള്ള ചില സൈനിക നടപടികൾ ഈ കപ്പലുകൾക്കെതിരെ ഇസ്രായേൽ എടുക്കാൻ തുനിഞ്ഞിരിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആക്രമണ നടപടികൾക്ക് പകരം ബലം പ്രയോഗിച്ച് തന്നെ കപ്പലുകൾ പിടിച്ചെടുക്കാനും അതിൽ വരുന്ന ഗ്രേറ്റർ തുംബർഗ് ഉൾപ്പെടെയുള്ളവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാനുമുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേൽ നേതൃത്വം ഇന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക വിഭാഗത്തെയും നിയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജീന, നാസർ, ഒപ്പം തന്നെ ഒരു പ്രത്യാശ നൽകുന്ന വാർത്ത നമ്മൾ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നത് വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്ന എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലുണ്ടാകുന്ന തീരുമാനം, ഒപ്പം തന്നെ ഈ ഫ്രീഡം ഫ്ലോട്ടിലടക്കമുള്ള കപ്പലുകളുടെ വരവിനെ തടയുന്നു. ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള നീക്കം എന്ത് സൂചനയാണ് നൽകുന്നത്? യുദ്ധം ഈ വർഷം അവസാനിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് ഇസ്രായേലിനകത്ത് നിന്ന് ഈ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധം, അതൊക്കെ എങ്ങനെയാണ്? ഏതെങ്കിലും അർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കവും തൽക്കാലം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇസ്രായേൽ അതിനുള്ള ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല എന്നുകൂടിയാണ് ഇന്ന് ചേർന്നിരിക്കുന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന്റെ ആ യോഗ തീരുമാനങ്ങളും അതിൽ നടന്ന നടപടിക്രമങ്ങളും വ്യക്തമാക്കുന്നത്. സൈനിക മേധാവി തന്നെയും പറ്റുമെങ്കിൽ ഒരു വെടിനിർത്തലായിരിക്കും ഈ ഘട്ടത്തിൽ അഭികാമ്യം. അതല്ല എങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് ഇസ്രായേൽ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഗസയെ കീഴടക്കുക മാത്രമല്ല, അതിനെ സൈനികമായിട്ട് ഭരിക്കുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് എളുപ്പമായിരിക്കുകയില്ല. നൂറുകണക്കിന് സൈനികർ കൊല്ലപ്പെടും. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്നത് ഹമാസുമായിട്ടൊരു വെടിനിർത്തലിൽ എത്തിച്ചേരുകയും അങ്ങനെ നിലവിലുള്ള 20-ലധികം വരുന്ന ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന നിർദ്ദേശമായിരുന്നു ഇസ്രായേലിന്റെ സൈനിക മേധാവി ഈ യോഗത്തിൽ വെച്ചത്. പക്ഷെ ആ നിർദ്ദേശം പൂർണ്ണമായിട്ട് തള്ളുകയും കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക നടപടിയിലൂടെ തന്നെ ഗസ സിറ്റി പൂർണ്ണമായിട്ടും തങ്ങളുടെ പരിധിയിൽ വരുത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നൽകിയതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വെടിനിർത്തലിന്റെ ഒരു സാധ്യത പൂർണ്ണമായിട്ട് മങ്ങിയിരിക്കുകയാണ് ഈ സുരക്ഷാ മന്ത്രിസഭ യോഗത്തോടുകൂടി. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 60,000 പുതിയ റിസർവ് സൈനികരുടെ റിക്രൂട്ടിങ്ങിന്റെ നാളെ തന്നെ തുടക്കം കുറിക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേൽ സേന ഇപ്പോൾ കൈക്കൊണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാരണം 15,000 റിസർവ് സൈനികർ ഇപ്പോൾ തന്നെയുണ്ട്. 60,000 പേർ കൂടി ഉൾപ്പെടുന്ന ഒരു ഘട്ടത്തിൽ 15,000 വീതമുള്ള ഒരു പ്രത്യേക റെജിമെന്റുകളാക്കിയിട്ട് ഈ 5 റെജിമെന്റുകളാക്കി ഈ സേനയെ നിയോഗിക്കാനും അവരെ അതിർത്തി മേഖലകളിൽ വിന്യസിക്കാനുമാണ് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം തീരുമാനിച്ചതെന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല മറ്റ് പൂർണ്ണസമയ സൈനികരെ ഗസയിൽ തന്നെ നിലനിർത്താനും ഗസയിൽ പിടിച്ചടക്കാൻ വേണ്ടി കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക വിന്യാസം ആ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കാനുമുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും 100-ലേറെ സൈനികർ എങ്കിലും ഈ ഒരു ഗസ സിറ്റി പിടിച്ചടക്കുന്നതിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ സൈനിക നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം വളരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ നേതൃത്വം പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി മാത്രമായിരിക്കും ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈ വർഷാവസാനം വരെയും ഈ ഒരു ഗസ പിടിച്ചെടുക്കൽ യജ്ഞം നീണ്ടേക്കുമെന്ന മുന്നറിയിപ്പ് കൂടി സൈനിക നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാന
അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ഈ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം എന്നത് ഈ വർഷാവസാനം വരെ നീണ്ടു നിന്നേക്കുമെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് വൈകിട്ട് പ്രതികരിച്ചത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു വെടിനിർത്തലിനോ അല്ലെങ്കിൽ ഈ യുദ്ധവിരാമത്തിനുള്ള ഒരു നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൂടി സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ പദ്ധതിയിൽ ഇടപെടാനോ അതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനോ ഉള്ള ഒരു നീക്കവും തൽക്കാലം അമേരിക്ക നടത്തുന്നതല്ല. അങ്ങനെ ഘട്ടത്തിൽ പുറത്തുവരുന്ന സൂചനകൾ നോക്കുകയാണെങ്കിൽ ഉടനെന്നും ഗസയിലെ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ന് ചേർന്ന ഇസ്രായേലിന്റെ മന്ത്രിസഭാ യോഗത്തിലും എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടി ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് ഫ്രീഡം ഫ്ലോട്ടില മൂവ്മെന്റ് ആണ്. 50-ലധികം കപ്പലുകളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഉപരോധത്തെ മറികടക്കാനായി ഗസയിലേക്ക് പോകുന്നത്. MC നാസറും BK സുഹൈലുമാണ് വിശദാംശങ്ങൾ നൽകിയത്. കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനം വൈകുന്നതിൽ പ്രതിഷേധവുമായി യാത്രക്കാർ. ഉച്ചയ്ക്ക് 1:40 പുറപ്പെടേണ്ട വിമാനമാണ് വൈകുന്നത്. സാങ്കേതിക തകരാർ എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. ഉച്ചയ്ക്ക് 1:40 പുറപ്പെടേണ്ട വിമാനമാണ് സാങ്കേതിക തകരാറെന്ന് പറഞ്ഞ് ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. യാത്രക്കാർ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. എയർ ഇന്ത്യയുടെ വിശദീകരണം ചില സാങ്കേതിക തകരാറുകൾ ഉണ്ട് എന്നാണ്. പക്ഷേ അത് പരിഹരിക്കാനും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും യാത്രക്കാർക്ക് ദുബായിലേക്ക് പോകേണ്ട വിമാനമാണ്. കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനമാണ് വൈകുന്നത്. യാത്രക്കാർ പ്രതിഷേധം തുടരുകയാണ്. ജംഷീർ കൊടിഞ്ഞിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ജംഷീർ, ഉച്ചയ്ക്ക് 1:40 പുറപ്പെടേണ്ട വിമാനമാണ്. പക്ഷേ ഇതുവരെയും ഈ സാങ്കേതിക തകരാർ പരിഹരിച്ചിട്ടില്ല എന്നാണോ? എന്താണ് എയർ ഇന്ത്യ പറയുന്നത്? യാത്രക്കാർ ഇപ്പോൾ അവിടെ തുടരുന്നുണ്ടോ? പ്രതിഷേധം തുടരുകയാണോ? ജീന, ഇന്ന് 1:40 ഉച്ചയ്ക്ക് 1:40 പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനമാണ് വൈകിയത്. ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനമായിരുന്നു. രാത്രി ഏറെ വൈകിയും യാത്രക്കാർ അവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് യാത്രക്കാർ പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 11:30 കൂടി മറ്റൊരു വിമാനം തയ്യാറാക്കി അത് പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ഈ യാത്രക്കാർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മറ്റൊരു വിമാനം തയ്യാറാക്കിയിട്ടുണ്ട്. ആ വിമാനത്തിൽ ഇവിടെ യാത്ര അയക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ എത്തിയിട്ടുള്ളത്. സാങ്കേതിക തകരാറ് മൂലമാണ് ഈ കൃത്യസമയത്ത് എയർ ഇന്ത്യ വിമാനത്തിന് പറക്കാൻ കഴിയാതിരുന്നത് എന്നാണ് എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇതിനകത്ത് എപ്പോൾ ഇനി മറ്റൊരു വിമാനം വരും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ട് എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നീട് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞു രാത്രിയായിട്ടും അതിലൊരു വ്യക്തത വരാതായതോടുകൂടിയാണ് യാത്രക്കാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രതിഷേധം കടുത്തതോടുകൂടിയാണ് ഇപ്പോൾ മറ്റൊരു വിമാനം തയ്യാറാക്കി ദുബായിലേക്ക് പുറപ്പെടാൻ യാത്രക്കാരെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വിമാനം പുറപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ശരി ജംഷീർ, 11:00 യാത്രക്കാർക്ക് മറ്റൊരു വിമാനം ഏർപ്പാടാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജംഷീർ കൊടിഞ്ഞാണ് വിശദാംശങ്ങൾ നൽകിയത്. ഖത്തറിൽ സാമ്പത്തിക പിഴയിളവ് പദ്ധതിയുടെ സമയപരിധി ഈ വർഷം അവസാനം വരെ നീട്ടി. ജനറൽ ടാക്സ് അതോറിറ്റിയുടേതാണ് ഉത്തരവ്. നികുതിദായകർക്ക് ആശ്വാസകരമാകുന്നതാണ് തീരുമാനം. നികുതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പിഴകളിൽ 100% ഇളവ് നൽകുന്ന പദ്ധതിയുടെ കാലാവധിയാണ് ജനറൽ ടാക്സ് അതോറിറ്റി ഡിസംബർ 31 നീട്ടിയത്. നേരത്തെ ആഗസ്റ്റ് 31 സമയപരിധി. നികുതിദായകർക്കുള്ള പിന്തുണ എന്ന നിലയിലാണ് സമയം നീട്ടി നൽകുന്നതെന്ന് അതോറിറ്റി അറിയിച്ചു. ഇളവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ധരീബ പോർട്ടൽ വഴിയാണ് ഇളവിനായി അപേക്ഷ നൽകേണ്ടത്. ഇതിനാവശ്യമായ രേഖകളും സമർപ്പിക്കണം. അധിക സാമ്പത്തിക ഭാരങ്ങളില്ലാതെ ടാക്സ് സ്റ്റാറ്റസ് തീർക്കാനുള്ള അവസരമാണ് പദ്ധതിയെന്ന് ടാക്സ് അതോറിറ്റി പലകുറി ഓർമ്മിപ്പിച്ചിരുന്നു. 7000-ലേറെ നികുതിദായകർ ഇളവിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിയതായി ടാക്സ് അതോറിറ്റി അറിയിച്ചു. 160 കോടി ഖത്തർ റിയാലിന്റെ സാമ്പത്തിക പിഴകൾ ഒഴിവാക്കിയിട്ടുണ്ട്. 54,000 നികുതി റിട്ടേണുകൾ സമർപ്പിക്കപ്പെട്ടു. 2014 മുതൽ 2024 വരെയുള്ള കാലയളവിലെ കുടിശ്ശികകളാണ് തീർപ്പാക്കിയതെന്നും അതോറിറ്റി വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. സൗദിയിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ജീസാൻ,
അസീർ, അൽബഹ, മക്ക എന്നിവിടങ്ങളിലാണ് സാധ്യത. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് അറിയിപ്പ്. വേനലിന്റെ അവസാനമായെങ്കിലും സൗദിയിൽ ചൂട് തുടരുകയാണ്. അതേസമയം സൗദിയുടെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തിരുന്നു. മദീന നഗരത്തിന് പുറത്തും മക്കയിലും കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചു. ജീസാൻ, അസീർ, അൽബഹ, മക്ക എന്നിവിടങ്ങളിൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് നിലവിലെ അറിയിപ്പ്. വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതാണ് അറിയിപ്പ്. ശനിയാഴ്ച വരെ മേഖലകളിൽ ഇതേ കാലാവസ്ഥ തുടരും. ഹൈവേകളിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണം. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളും സന്ദർശിക്കുന്നത് ഒഴിവാക്കണം. കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സെപ്റ്റംബർ പകുതിക്ക് ശേഷം കുവൈത്തിലുടനീളമുള്ള താപനില ക്രമേണ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഒദൈബി. ഒക്ടോബർ തുടക്കത്തിൽ താപനില 30 ഡിഗ്രിയിൽ താഴെയാകുമെന്നും സെപ്റ്റംബർ അവസാനത്തിലും ഒക്ടോബർ മാസങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അൽ ഉദൈബി പറഞ്ഞു. റിയാദിൽ വില്ല അപ്പാർട്ട്മെന്റ് വാടകകൾ കുത്തനെ ഉയരുന്നത് കുറഞ്ഞു. സൗദി റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കണക്ക് പ്രകാരം ശരാശരി 40% വരെയാണ് ഇടിവ്. സൗദി ഭരണകൂടത്തിന്റെ പ്രത്യേക പദ്ധതികൾക്ക് പിന്നാലെയാണ് നിരക്കിടിവ്. വൻകിട കമ്പനികളുടെ വരവും ജോലി തേടി കൂടുതൽ പേർ അയൽ രാജ്യങ്ങളിൽ നിന്നും ചേക്കേറുകയും ചെയ്തതോടെയാണ് റിയാദിൽ വാടക നിരക്ക് കൂടാൻ തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച മുതൽ വർദ്ധിക്കുന്ന നിരക്കിൽ 40% വരെ ഇടിവ് വന്നതായി റിയൽ എസ്റ്റേറ്റ് എക്സ്ചേഞ്ച് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. സൗദി കിരീടാവകാശിയുടെ നിർദ്ദേശപ്രകാരം ഒഴിഞ്ഞുകിടക്കുന്ന റിയാദിലെ ഭൂപ്രദേശത്തിന് വൻ നികുതി ചുമത്താനും തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ ഭൂമിയിൽ കെട്ടിടം പണിയാൻ ഉടമസ്ഥർ നിർബന്ധിതരാകും. ഇതും വരും മാസങ്ങളിൽ വാടക വർധന തടയാൻ സഹായിക്കുമെന്നാണ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. മലയാളി പ്രവാസികൾ താമസിച്ചിരുന്ന പ്രതിവർഷം 12,000 റിയാൽ എന്ന കുറഞ്ഞ നിരക്കിലുള്ള കെട്ടിടങ്ങൾക്ക് 5,000 മുതൽ 7,000 റിയാൽ വരെയാണ് വർദ്ധിച്ചത്. ഇടത്തരം കെട്ടിടങ്ങൾക്ക് നിരക്ക് 15 നിന്നും 22 മുകളിലേക്കെത്തി. 20,000 റിയാലിന് മുകളിലേക്കുള്ള കെട്ടിടങ്ങൾക്ക് ഇരട്ടിയോളമാണ് നിരക്കുകൾ വർദ്ധിച്ചത്. ഈ വർധനവിലാണ് ഇപ്പോൾ താൽക്കാലിക ആശ്വാസം. പ്രവാസികളിൽ ബാച്ചിലേഴ്സിന്റെയും കുടുംബങ്ങളുടെയും ജീവിത ചിലവും ഇതോടെ വർദ്ധിച്ചു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ അനധികൃത ബാച്ചിലർ ഹൌസിംഗിനെതിരെ മുനിസിപ്പാലിറ്റിയുടെ നടപടി. ഹവല്ലി ഗവർണറേറ്റിലെ റുമൈദിയയിലും സൽവയിലുമുള്ള വിവിധ കെട്ടിടങ്ങളിലെ വൈദ്യുതി വിച്ഛേദിച്ചു. എഞ്ചിനീയറിംഗ് ഓഡിറ്റിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് നടപടി. വൈദ്യുതി, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുമായി ഏകോപിപ്പിച്ചാണ് പരിശോധനകൾ. സൗദിയിൽ തൊഴിൽ താമസ രേഖകളില്ലാത്ത നിരവധി പേർ പിടിയിൽ. ഒരാഴ്ചയ്ക്കിടെ 20,000-ലേറെ പേരാണ് അറസ്റ്റിലായത്. പിടിയിലായവരിൽ ഭൂരിഭാഗം പേരെയും നാടുകടത്തി. തൊഴിൽ, താമസം, അതിർത്തി സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. വിവിധ സുരക്ഷാ യൂണിറ്റുകളും പാസ്പോർട്ട് വിഭാഗത്തിനും കീഴിലായിരുന്നു ഫീൽഡ് പരിശോധന. ഓഗസ്റ്റ് 22 മുതൽ 28 വരെ 20,319 പേരെയാണ് പിടികൂടിയത്. ഇതിൽ 12,891 പേരും ഇക്കാമ പുതുക്കൽ, ഹുറൂബ് തുടങ്ങി താമസ നിയമലംഘനങ്ങളാണ്. 3,888 പേർ അതിർത്തി സുരക്ഷ ലംഘിച്ചതിനും 3,540 പേർ തൊഴിൽ നിയമലംഘനത്തിനും പിടിയിലായി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടി പൂർത്തിയാക്കി 11,279 പേരെ നാടുകടത്തിയിരുന്നു. അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചെത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയാൽ 15 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. ദുബായ് മെട്രോ 3 സ്റ്റേഷനുകളിലേക്ക് ഇനി നേരിട്ട് സർവീസ് നടത്തും. റെഡ് ലൈനിലെ തിരക്ക് കുറയ്ക്കാനാണ് നടപടി. അൽഫർദാൻ, എക്സ്പോ 2020, ലൈഫ് ഫാർമസി എന്നീ സ്റ്റേഷനുകളിലേക്കാണ് നേരിട്ടുള്ള സർവീസ്. ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന രാവിലെ 7 മുതൽ 9 വരെയും വൈകിട്ട് 4 മുതൽ 8 വരെയുമാണ് നേരിട്ടുള്ള സർവീസ് ഉണ്ടാവുക. സെന്റർ പോയിന്റിൽ നിന്ന് അൽഫർദാനിലേക്കാണ് പുതുതായി നേരിട്ടുള്ള സർവീസ് പ്രഖ്യാപിച്ചത്. സെന്റർ പോയിന്റിൽ നിന്നും എക്സ്പോ 2020, ലൈഫ് ഫാർമസി എന്നീ സ്റ്റേഷനുകളിലേക്കും നേരിട്ട് സർവീസ് ആരംഭിച്ചിരുന്നു. തിരക്കുള്ള സമയങ്ങളിൽ മറ്റു സ്റ്റേഷനുകളിൽ നിർത്താതെയാകും നേരിട്ടുള്ള സർവീസ്. ഈ 3 റൂട്ടുകളിലും ഇരുദിശകളിലേക്കും സർവീസ് ഉണ്ടാകും. നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചതോടെ തിരക്കൊരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് RTAയുടെ പ്രതീക്ഷ. മീഡിയ 1, ദുബായ്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ ഒന്നാമതെത്തി സൗദിയിലെ റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തൊട്ടുപിറകിൽ. സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സേവന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കാര്യത്തിലാണ് നേട്ടം.
റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് 1-ാം സ്ഥാനത്ത്. പ്രകടന മാനദണ്ഡങ്ങൾ പാലിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നേട്ടം. മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെ കാര്യത്തിൽ 82% ഉയർച്ച. സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റിയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 11 അടിസ്ഥാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. അവയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്: യാത്രാ നടപടികളുടെ വേഗത, പാസ്പോർട്ട്, കസ്റ്റംസ് മേഖലകളിലെ സുതാര്യത, വൈകല്യമുള്ളവർക്ക് ലഭിക്കുന്ന സേവനങ്ങളുടെ ഗുണമേന്മ, അന്താരാഷ്ട്ര സേവന നിലവാരം തുടങ്ങിയവയാണവ. മദീന, അബഹ, അറാർ വിമാനത്താവളങ്ങളും സേവനത്തിൽ മുന്നിലാണ്. ഡൊമസ്റ്റിക് മേഖലയിൽ 100% മാനദണ്ഡങ്ങൾ പാലിച്ച് ഖുറയ്യാത്ത് വിമാനത്താവളമാണ് മുന്നിൽ. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിൽ സൽവയിലേക്ക് പോകുന്ന അൽത ആവുൻ സ്ട്രീറ്റിലെ 2 വരി പാതകളിൽ ഗതാഗതം ഭാഗികമായി അടച്ചിടുമെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. 6 റിംഗ് റോഡിലേക്ക് പോകുന്ന അൽ മോത്ത് സ്ട്രീറ്റ് മുതൽ അലി അൽ ഉദൈന സ്ട്രീറ്റ് വരെയായിരിക്കും അടച്ചിടുക. എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ പുലർച്ചെ 4 വരെയാണ് അടച്ചിടുകയെന്ന് അധികൃതർ അറിയിച്ചു. UAE-ക്ക് പുതിയ ആരോഗ്യമന്ത്രി അഹമ്മദ് അലി അൽ സായി ആണ് പുതിയ ആരോഗ്യമന്ത്രി. നിലവിലെ ആരോഗ്യമന്ത്രി അബ്ദുറഹ്മാൻ അൽ ഉവൈസ ഫെഡറൽ നാഷണൽ കൌൺസിൽ കാര്യ സഹമന്ത്രി സ്ഥാനത്ത് തുടരും. UAE പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദാണ് മന്ത്രിതലത്തിലെ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ കുവൈത്തിലെ ആകാശത്ത് വ്യത്യസ്തമായ ജ്യോതിശാസ്ത്ര സംഭവങ്ങൾ ദൃശ്യമാകുമെന്ന് ഷെയ്ഖ് അബ്ദുള്ള അൽ സലേം കൾച്ചറൽ സെന്ററിലെ സ്പേസ് എക്സിബിറ്റ് അറിയിച്ചു. സെപ്റ്റംബർ 7-ന് പൂർണ്ണചന്ദ്രഗ്രഹണം അറേബ്യൻ ഗൾഫ് മേഖലയിൽ പൂർണ്ണമായി ദൃശ്യമാകും. 2018-ന് ശേഷമുള്ള ആദ്യ പൂർണ്ണഗ്രഹണമായിരിക്കും ഇത്. ഖത്തറിൽ പക്ഷിവേട്ട സീസണ് തുടക്കം. ദേശാടന പക്ഷികളെയും വന്യജീവികളെയും കർശന ഉപാധികളോടെ വേട്ടയാടാൻ അനുമതി നൽകുന്ന കാലത്തിനാണ് തുടക്കമായത്. അറബികളുടെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് പക്ഷിവേട്ട. സെപ്റ്റംബർ 1 മുതൽ ഫെബ്രുവരി 15 വരെയാണ് പക്ഷിവേട്ടയുടെ കാലം. പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കർശന ഉപാധികളോടെയാണ് വേട്ട നടക്കുക. തണുപ്പെത്തുന്നതോടെ മരുഭൂമിയിലെത്തുന്ന ദേശാടന പക്ഷികളെയും വന്യജീവികളെയുമാണ് വേട്ടയാടാൻ അനുമതി നൽകുന്നത്. രാത്രികാലങ്ങളിൽ പക്ഷിവേട്ട അനുവദിക്കില്ല. ഏഷ്യൻ ബസ്റ്റാർഡ് എന്നറിയപ്പെടുന്ന ഹുബാറ പക്ഷികളെ ഫാൽക്കണുകൾ ഉപയോഗിച്ച് മാത്രമേ വേട്ടയാടാവൂ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പക്ഷിയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ബേർഡ് കോളർ എന്നിവ ഉപയോഗിച്ച് വേട്ട നടത്തരുത്. പക്ഷികളുടെ കൂടുകൾ, മുട്ടകൾ എന്നിവ നശിപ്പിക്കരുത്. വേട്ടയാടിയ പക്ഷികളെ വിൽക്കുന്നത് നിരോധിച്ചതായും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടുന്നതിന് നിരോധനമുണ്ട്. ഹുബാറയ്ക്ക് പുറമെ യൂറേഷ്യൻ പക്ഷിയായ കർവാൻ, കാട്ടുതാറാവ്, ബ്ലൂ റോക്ക്, സോങ് ത്രഷ്, ഡെസേർട്ട് ബീറ്റർ തുടങ്ങി വേട്ടയ്ക്ക് അനുമതിയുള്ള പക്ഷികളുടെ പട്ടിക അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. കാട്ടുമുയൽ, ഒട്ടകപ്പക്ഷി, മുള്ളംപന്നി, ചെറുമാൻ, ഈജിപ്ഷ്യൻ ഫ്രൂട്ട് ബാറ്റ് തുടങ്ങിയ ജീവികളെ വേട്ടയാടുന്നതിന് വിലക്കുണ്ട്. പരിസ്ഥിതി റിസർവ് മേഖലകൾ, പൂന്തോട്ടങ്ങൾ, നഗരപരിധികൾ എന്നിവയ്ക്കുള്ളിൽ വേട്ട പാടില്ല. മീഡിയ 1, ദോഹ. ഷാർജ സഫാരി പാർക്കിലെ മുതലക്കുഞ്ഞിന് മോദി എന്ന് പേരിട്ടു. മുതലക്കുഞ്ഞിന് പേര് നിർദ്ദേശിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ സഫാരി പാർക്ക് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് പേര് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മുതലക്കുഞ്ഞിന് മോദി എന്നറിയപ്പെടും. ഷാർജ സഫാരി പാർക്ക് മുതലക്കുഞ്ഞിന് പേരിടാൻ സോഷ്യൽ മീഡിയയിൽ പൊതുജനത്തിന്റെ അഭിപ്രായം തേടിയിരുന്നു. കമന്റായി പേരുകൾ നിർദ്ദേശിക്കുന്നതിൽ നിന്ന് ഒരു പേര് മുതലക്കുഞ്ഞിനിടാനായിരുന്നു ഇത്. കമന്റ് ബോക്സിൽ പിന്നീട് കണ്ടത് പൊരിഞ്ഞ പോരാട്ടം. അപ്പുക്കുട്ടൻ, ഉണ്ണിക്കുട്ടൻ, കുട്ടാപ്പി, മമ്മാലി തുടങ്ങി സിംബ, ഡുബാബി, ഡ്രാക്കോ, മാർക്കോ അങ്ങനെ പേരുകളുടെ പെരുമഴ. ദിവസങ്ങൾക്കിപ്പുറം ആ മുതലക്കുഞ്ഞിന്റെ കാര്യത്തിൽ പാർക്ക് ഒരു തീരുമാനത്തിലേക്കെത്തി. അവന് മോദി എന്ന് പേരിട്ടു. കരുത്ത് അല്ലെങ്കിൽ സന്തോഷം എന്നർത്ഥമുള്ള മോദി എന്ന പേര് മുതലക്കുഞ്ഞിനിട്ട കാര്യം പാർക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. മീഡിയ 1, ഷാർജ. കുവൈത്തിൽ റമദാനിലെ അവസാന ആഴ്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും അവധി പ്രഖ്യാപിച്ചു. പുതിയ പഞ്ചവത്സര വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി. വിദ്യാഭ്യാസ മന്ത്രി സയ്യിദ് ജലാൽ അൽ തബ്ദായിയാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂൾ ദിവസങ്ങൾ ബാധിക്കാതെ വിദ്യാഭ്യാസ രംഗത്തിന് സ്ഥിരതയും കാര്യക്ഷമതയും ഉറപ്പാക്കാനാണ് പുതിയ തീരുമാനമെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിലെ ജീവനക്കാർക്ക് ഇനി സ്മാർട്ട് ഫിംഗർ പ്രിന്റ് മൊബൈൽ ആപ്പ് വഴി നേരിട്ട് അവധിക്ക് അപേക്ഷിക്കാം. പേപ്പർ അധിഷ്ഠിത ഇടപാടുകൾ ഒഴിവാക്കിയാണ് പുതിയ സംവിധാനം. ഡിജിറ്റൽ വൽക്കരണവും വേഗത്തിലുള്ള പ്രോസസ്സിംഗും കൃത്യമായ ട്രാക്കിംഗും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം.
റവറൻ ഫാദർ മത്തായി സക്കറിയയ്ക്ക് കുവൈത്ത് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. 8 നോമ്പാചരണത്തിനും സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക വാർഷിക കൺവെൻഷനിലും അദ്ദേഹം പങ്കെടുക്കും. വാർഷിക കൺവെൻഷൻ സെപ്റ്റംബർ 1 മുതൽ 6 വരെ നടക്കും. OICC കുവൈത്ത് നാഷണൽ കമ്മിറ്റി ഡോക്ടർ മറിയ ഉമ്മനുമൊത്ത അബ്ബാസിയ യുണൈറ്റഡ് സ്കൂളിൽ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ബിനു ചേമ്പാലയം അധ്യക്ഷത വഹിച്ചു. നാഷണൽ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം നിർവഹിച്ചു. വർഗീസ് ജോസഫ്, ജോയ് ജോൺ, MA നിസാം എന്നിവർ ആശംസകൾ അറിയിച്ചു. വേണു പൂർണിമ 2025 പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ മറിയ ഉമ്മൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സുരേഷ് മാത്തൂർ, വിപിൻ മങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. കുവൈത്ത് ഇസ്ലാമിക് കൌൺസിലിന്റെ സിൽവർ ജൂബിലി സേവനമുദ്ര പുരസ്കാരത്തിന് കോഴിക്കോട് കാദി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങളെ തെരഞ്ഞെടുത്തു. സംഘടനയുടെ പുരോഗതിക്കായി ജീവിതം സമർപ്പിച്ച നേതാക്കളെ ആദരിക്കാനാണ് സേവനമുദ്ര പുരസ്കാരം നൽകുന്നതെന്ന് സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച നടക്കുന്ന മുഹബത്ത റസൂൽ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് KIC നേതാക്കൾ അറിയിച്ചു. ഓൾ ഇന്ത്യ KMCC ബംഗളൂരുവിൽ സമൂഹ വിവാഹം സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി 12 പേരുടെ വിവാഹം നടന്നു. വിവാഹ ചടങ്ങുകൾക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ KMCCയുടെ 8ാമത് സീസൺ സമൂഹ വിവാഹത്തിൽ 12 നവകുടുംബങ്ങൾക്കാണ് ജീവൻ നൽകിയത്. ഓൾ ഇന്ത്യ KMCC ബംഗളൂരു സെൻട്രൽ കമ്മിറ്റി ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി സംഘടിപ്പിച്ച 8ാമത് സമൂഹ വിവാഹത്തിന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. ബംഗളൂരു നഗരത്തിൽ നിന്നും 150 കിലോമീറ്റർ ചുറ്റളവിലെ നിർധനരായ 12 യുവതി യുവാക്കൾക്കാണ് സമൂഹ വിവാഹത്തിലൂടെ മംഗല്യ സ്വപ്നം പൂവണിഞ്ഞത്. ഇതോടെ 8 സീസണുകളിലായി 1042 കുടുംബങ്ങൾക്കാണ് വൈവാഹിക ജീവിതത്തിന്റെ സന്തോഷം നൽകിയത്. മീഡിയ കോഴിക്കോട്. ദുബായിലെ ഇടത് അനുകൂല പ്രവാസി കൂട്ടായ്മയായ ഓർമ്മയ്ക്ക് പുതിയ നേതൃത്വം. ഡോക്ടർ നൌഫൽ പട്ടാമ്പിയാണ് പുതിയ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി ഷിജു ബഷീറിനെ തെരഞ്ഞെടുത്തു. ഫിറോസ് തളിക്കുളമാണ് ട്രഷറർ. ജിജിത അനിൽകുമാർ, അംബുജാക്ഷൻ, കാവ്യ സനത്ത്, നവാസ് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ദുബായിൽ നടന്ന സെൻട്രൽ സമ്മേളനമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. കോഴിക്കോട് ചാത്തമംഗലം ഇഷ്ടിക ബസാർ സൗഹൃദ കൂട്ടായ്മയുടെ ചെണ്ടുമല്ലി തുമ്പപ്പൂ വിളവെടുപ്പ് ഉദ്ഘാടനം കുന്നമംഗലം MLA അഡ്വക്കേറ്റ് PT റഹീം നിർവഹിച്ചു. 17ാം വാർഡ് മെമ്പർ ശ്രീജ പൂളക്കമണ്ണിൽ അധ്യക്ഷയായി. തുടർന്ന് നടന്ന പൂക്കൊട്ട നിർമ്മാണ ക്ലാസ് ചാത്തമംഗലം പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ മികച്ച കർഷകനായ ശിവദാസിനെയും പൂക്കൊട്ട നിർമ്മാണ ക്ലാസ് എടുത്ത ചന്ദ്രനെയും MLA ആദരിച്ചു. സൗദിയിൽ ദക്ഷിണ കേരള ഇസ്ലാമിക് സെന്റർ മീലാദ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. റബിയുൽ അവൽ അവസാനം വരെയാണ് ആഘോഷ പരിപാടികൾ. 70ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരിക്കും സംഘടിപ്പിക്കുക. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവാസി ഘടകത്തിന് കീഴിലാണ് മീലാദ് ക്യാമ്പയിനും 2ാം വാർഷികവും ആഘോഷിക്കുന്നത്. ഈ വരാൻ പോകുന്ന ജനുവരി 10 റാലിയും പൊതുസമ്മേളനവും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതകീയ മേഖലയിൽ നിന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു കാൽവയ്പായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. അടുത്ത വർഷം ജനുവരി 19 ആശ്രാമ മൈതാനിൽ 1 ലക്ഷത്തിലേറെ പേർ പങ്കെടുക്കുന്ന റാലിയും പൊതുസമ്മേളനവും നടക്കുമെന്ന് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി CA മൂസമൗലവി പറഞ്ഞു. ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് എന്ന തലക്കെട്ടിൽ നാട്ടിലും വിദേശത്തുമായി വിവിധ പരിപാടികൾ നടന്നുവരുന്നുണ്ട്. DKICC ഗ്ലോബൽ പ്രസിഡന്റ് ഷറഫുദ്ദീൻ ബാക്കവി ചുങ്കപ്പാറ, അബ്ദുൽ കലാം മൗലവി അമ്പലംകുന്ന്, സയ്യിദ് മുഹമ്മദ് കാശിഫി കാഞ്ഞിരപ്പള്ളി, അലി തേക്കുംതോട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ജിദ്ദ. പത്തേമാരി പ്രവാസി മലയാളീസ് അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മനാമ അൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് നടന്ന ക്യാമ്പിൽ 170-ൽ പരം പേർ പങ്കെടുത്തു. പ്രസിഡന്റ് അനീഷ് ആലപ്പുഴ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സനോജ് ഭാസ്കരൻ, അജ്മൽ കായംകുളം എന്നിവർ സംസാരിച്ചു. ഷൈഖോയ അൽ കാസിമി അസോസിയേഷൻ ഉംറ യാത്ര സംഘടിപ്പിക്കുന്നു. ഡിസംബർ 24-ന് കുവൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന സംഘം ജനുവരി 2-ന് മടങ്ങിയെത്തും. യാത്രയ്ക്ക് പാനിപ്ര ഇബ്രാഹിം ഉസ്താദ് നേതൃത്വം നൽകും. രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. മനാമ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഗൾഫ് മേഖലയിലെ പ്രഥമ ദേവാലയമായ ബോംബെ ഭദ്രാസനത്തിലെ ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 8 നോമ്പ് ആചരണം ആരംഭിച്ചു. 8 നോമ്പ് സമാപന ദിനമായ ഞായറാഴ്ച വൈകിട്ട് മുതൽ സന്ധ്യാ നമസ്കാരം, വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച എന്നിവ നടക്കും.
റിയാദിൽ മലയാളി കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്ന് വീണ് മരിച്ചു. കണ്ണൂർ മൊട്ടമൽ സ്വദേശി സതീശനാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. വെൽഡിംഗ് ജോലിക്കിടെയാണ് അപകടം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ സംഘടനയായ കേളിയുടെ സജീവ പ്രവർത്തകനായിരുന്നു സതീശൻ. ദുബായ് KMCC നടപ്പാക്കുന്ന വെൽഫെയർ സ്കീമിന് പുതിയ ആപ്പും ലോഗോയും പുറത്തിറക്കി. 20 വർഷമായി തുടരുന്ന പദ്ധതി ഇനി മുതൽ പ്രവാസി വെൽഫെയർ സൊസൈറ്റി എന്ന പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ നടന്ന വെൽഫെയർ മീറ്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി അടുത്ത ദിവസങ്ങളിൽ UAE-യിൽ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാജ്യത്തിന്റെ തെക്ക് കിഴക്ക് മേഖലകളിലാണ് കാറ്റും മഴയും അനുഭവപ്പെടുക. കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പട്ടാമ്പി കൊപ്പം സ്വദേശി ഖത്തറിൽ അന്തരിച്ചു. അബ്ദുൽ ജബ്ബാറാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. 20 വർഷമായി ഖത്തറിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്ത്യൻ കൾച്ചറൽ സെന്ററിൽ സാദാത്ത് അസോസിയേഷൻ ഓഫ് ഖത്തർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഹരീഷ് പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ജഫർ തങ്ങൾ മമ്പുറം, അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, സഫാരി ഗ്രൂപ്പ് MD സൈനുൽ ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു. നിക്ഷേപ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഓഫീസ് തുറക്കാൻ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഓഗസ്റ്റ് അവസാന വാരം ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഖത്തർ ഉന്നതതല സമിതി ഇക്കാര്യം ചർച്ച ചെയ്തു. ഇന്ത്യയിൽ $10 ബില്യൺ ഭാവി നിക്ഷേപവുമായി ബന്ധപ്പെട്ട മേൽനോട്ട ചുമതല പുതിയ ഓഫീസ് നിർവഹിക്കും. സൗഹൃദോണം എന്ന പേരിൽ ബഹ്റൈനിൽ കുടുംബ സൗഹൃദ വേദി സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഈ മാസം 26-ന് നടക്കും. BMC ഹാളിൽ രാവിലെ 10 മണി മുതൽ നടക്കുന്ന പരിപാടികളുടെ പോസ്റ്റർ പ്രകാശനം നടന്നു. ഓണസദ്യയും വിവിധ കലാപരിപാടികളും നടക്കും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി സൗദിയിലെ സിറ്റി ഫ്ലവർ ജുബൈൽ ഹൈപ്പർ മാർക്കറ്റിൽ പായസ മത്സരം സംഘടിപ്പിച്ചു. രാജ് കലേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ 1ാം സമ്മാനം റുക്സാന സമീർ കരസ്ഥമാക്കി. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. ഓണം പൊന്നോണം കല്ലുവിനൊപ്പം എന്ന പേരിലായിരുന്നു ആഘോഷ പരിപാടികൾ. ജുബൈൽ സിറ്റി ഫ്ലവറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ കലാമേഖലകളിൽ കഴിവ് തെളിയിച്ച രാജ് കലേഷ് മുഖ്യ അതിഥിയായി. ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയ പായസ മത്സരത്തിൽ അപൂർവ ഇനം പായസങ്ങൾ അണിനിരന്നു. തെങ്ങിൻ പൂക്കുല പായസം, ദശപുഷ്പ പായസം തുടങ്ങി വ്യത്യസ്ത പായസങ്ങളാണ് വിളമ്പിയത്. ഒന്നാം സമ്മാനം റുക്സാന സമീർ കരസ്ഥമാക്കി. ആയിഷ ഷഹീൻ 2ാം സമ്മാനവും പ്രമോദ് ബീബാത്തുമ്മ എന്നിവർ 3ാം സമ്മാനവും പങ്കിട്ടു. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ നിരവധി ആളുകൾ പരിപാടിയുടെ ഭാഗമായി. സിറ്റി ഫ്ലവർ മാനേജർമാരായ സക്കീർ, നൌഷാദ് തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. 28ഓളം വിഭവങ്ങൾ ഉൾപ്പെടുത്തി ഓണസദ്യയും ആഘോഷങ്ങളുടെ ഭാഗമായി ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും അവസരം. മീഡിയ 1 ദമ്മാം. UAE-യിലെ റോസ്റ്ററി രംഗത്തെ പ്രമുഖ സ്ഥാപനമായ അൽ റാഫി ഷാർജ ദൈദിൽ പുതിയ ഷോറൂം തുറന്നു. അൽ റാഫിയുടെ 94ാമത്തെ ശാഖയാണിത്. ഷാർജ ദൈദിലെ ദൈദ് മാളിലാണ് അൽ റാഹിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഉസ്താദ് റാഷിദ് ബുഹാരി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 പതിറ്റാണ്ടോളമായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് മുന്തിയതരം നട്സുകൾ, ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചോക്ലേറ്റുകൾ, കോഫി പൗഡർ എന്നിവ ഇറക്കുമതി ചെയ്ത് ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ശക്തമായ സാന്നിധ്യമായ സ്ഥാപനമാണ് അൽ റാഹി റോസ്റ്ററി. ഇത് നമ്മുടെ 94ാമത്തെ ഔട്ട്ലെറ്റാണ് ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഷാർജയിൽ ഇത് 4ാമത്തെ ഔട്ട്ലെറ്റാണ്. കസ്റ്റമർക്ക് വിശ്വാസമാണ്, നമ്മളെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസമാണ് അൽ റാഹിയുടെ മികവ്. കസ്റ്റമർ സർവീസിലും പ്രൈസിലും ക്വാളിറ്റിയിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സംതൃപ്തരായ കസ്റ്റമേഴ്സ് നമുക്ക് നിലനിൽക്കുന്നത്. അൽ റാഹി മാനേജിംഗ് ഡയറക്ടർ തൻവീർ താജുദ്ദീൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നൌഷാദ് കൊറോത്ത്, അജ്മൽ അസീസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ഷാർജ. മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയിൽ മരിച്ചു. നിലമ്പൂർ പോത്തുകൽ സ്വദേശി PT അറഫാത്താണ് മരിച്ചത്. 33 വയസ്സായിരുന്നു. നടപടികൾ പൂർത്തിയാക്കി ജിദ്ദയിൽ ഖബറടക്കം നടത്തും. സഹായങ്ങൾക്ക് മറ്റും ജിദ്ദ KMCC വെൽഫെയർ വിങ് കൂടെയുണ്ട്.
നെഹ്റു ട്രോഫി ജലോത്സവം പ്രവാസികൾക്കായി ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പരുമല ദേവസ്വം പമ്പ കോളേജ് അലുമിനിയാണ് ദുബായിൽ സൗകര്യമൊരുക്കിയത്. ചടങ്ങിൽ പമ്പ തിലക് ക്യാമ്പസ് പ്രഭാ പുരസ്കാരം മച്ചിങ്ങൽ രാധാകൃഷ്ണന് സമ്മാനിച്ചു. അക്കാഫ് ഭാരവാഹികളായ പോൾ ടി ജോസഫ്, ഷൈൻ ചന്ദ്രസേനൻ, എലൈറ്റ് ഗ്രൂപ്പ് MD ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദുബായിൽ സുരക്ഷാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി ഗ്യാസ് സിലിണ്ടർ വിതരണം നടത്തിയിരുന്ന മിനി ബസ് പോലീസ് പിടിച്ചെടുത്തു. മിനി ബസ്സിലെ സീറ്റുകൾ ഒഴിവാക്കി വൻ അപകടത്തിന് ഇടയാക്കുന്ന വിധം സിലിണ്ടർ നിറച്ചാണ് വാഹനം സർവീസ് നടത്തിയിരുന്നത്. വാഹന ഉടമയ്ക്കെതിരെ നിയമ നടപടി ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു.